ഇങ്ങനെ പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ കോവളം എന്തായാലും UDF ജയിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരാം. തിരുവനന്തപുരം സെൻട്രൽ ഇത്തവണ എന്തായാലും UDFന് ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം CP ജോണാണ്. അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ പറ്റും. അവിടെ കരമന സുധീറും കരമന ജയനും മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തായാലും സാധ്യതയുള്ളത് CP ജോണിന് തന്നെയാണ്. അപ്പോൾ കോവളം തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികമായി. എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും പിന്നെ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം കൂടി വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലും അതുപോലെ തന്നെ കോവളവും UDFന് ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലം അരുവിക്കര, അതും കോൺഗ്രസിന് സാധ്യതയുണ്ട്. ശിവകുമാറാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിലവിലെ MLA ആയ സ്റ്റീഫനെ മറികടക്കുവാൻ അരുവിക്കരയിൽ എന്തായാലും VS ശിവകുമാറിന് കഴിയും എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ LDF ഉറപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആറ്റിങ്ങൽ കാണിക്കുന്നത്. പക്ഷേ ആറ്റിങ്ങലിൽ ഇത്തവണ UDFന് ജയസാധ്യത കൂടുതലാണ്. അവിടെ രമ്യ ഹരിദാസ് ആണ് മത്സരിക്കുന്നത്. മാത്രമല്ല അവിടെ ചില തന്ത്രങ്ങൾ അവിടെ UDF സാമുദായികമായ ചില ഇക്വേഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് UDFന്റെ പ്രമുഖരൊക്കെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ആറ്റിങ്ങൽ LDF ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ UDFും സാധ്യത. ആറ്റിങ്ങലിന്റെ കാര്യമല്ല, ആറ്റിങ്ങലല്ല ചിറയൻകീഴിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആറ്റിങ്ങൽ എന്തായാലും LDFന് തന്നെയായിരിക്കും. ആറ്റിങ്ങലിൽ RSP ആണ് മത്സരിക്കുന്നത്. അവിടെ സന്തോഷ് ഭദ്രന് പക്ഷേ OS അംബികയെ നിലവിലുള്ള MLA മറികടക്കാൻ കഴിയുമെന്ന് കരുതാനാവില്ല. പക്ഷേ ചിറയൻകീഴിൽ അങ്ങനെയല്ല. അവിടെ മനോജ് ഇടമനെയാണ് LDFന്റെ സ്ഥാനാർത്ഥി. പക്ഷേ രമ്യ ഹരിദാസ് ചിറയൻകീഴിൽ UDF സ്ഥാനാർത്ഥിയായി വന്നത് ഒരു പ്ലസ് ആയിട്ട് UDFന് മാറിയിട്ടുണ്ട്. അപ്പോൾ കോവളവും തിരുവനന്തപുരം സെൻട്രലും അരുവിക്കരയും അതുപോലെ തന്നെ ചിറയൻകീഴും ഈ 4 മണ്ഡലങ്ങൾ UDFന് ഉറപ്പിക്കാം. അങ്ങനെ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് ക്യാമ്പും അങ്ങനെ തന്നെയാണ്, UDF ക്യാമ്പും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ 4 മണ്ഡലങ്ങളും UDFന്റെ പെട്ടിയിലേക്ക് വരും. അപ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റ് കോവളം സീറ്റിൽ നിന്ന് 4ലേക്ക് വർധനവ് വന്നു. അങ്ങനെ വരുമ്പോൾ 3 സീറ്റുകളുടെ വർധനവ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവ് എന്നതാണ്. വളരെ കൗതുകമാർന്ന കാര്യം കോൺഗ്രസിന്റെ വിലയിരുത്തലുകളിൽ വട്ടിയൂർക്കാവ് സീറ്റ് വന്നിട്ടില്ല എന്നതാണ്. അവിടെ K മുരളീധരന് സാധ്യത കുറവാണ് എന്നുള്ള കോൺഗ്രസിന്റെ ക്യാമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 50-50 ചാൻസ് എന്ന രീതിയിൽ വട്ടിയൂർക്കാവിനെ മാറ്റി നിർത്തുകയാണ്.